ഇന്ത്യയിലെ ഏറ്റവും അപൂർവമായ ജീവികളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിലൊന്ന് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണുന്ന നീലഗിരി മാട്ടൻ അല്ലെങ്കിൽ മരനായയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ നീലഗിരി മാട്ടനെ കുറിച്ച് തന്നെ ആവട്ടെ. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിലും ഞാൻ നാച്ചുറലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പതിവ് തെറ്റിക്കാതെ ഈ നീലഗിരി മാട്ടനെ ഞാൻ കണ്ട ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. 2017 എൻ്റെ 2 സുഹൃത്തുക്കൾ, ഒരാൾ ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും കേരളത്തിലെ പല കാടുകളും കാണാൻ വന്നിരുന്നു. യജു എന്ന് പറഞ്ഞൊരു സുഹൃത്തും സൂര്യ എന്ന് പറഞ്ഞ സുഹൃത്തും. അവൻ ചെന്നൈക്കാരനാണ്, യജു ഡൽഹിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ കേരളത്തിലെ പല കാടുകളിൽ ഇങ്ങനെ കയറി അവസാനം ഞങ്ങൾ മൂന്നാറിലെ പാമ്പാട് ഷോല നാഷണൽ പാർക്കിൽ പോയി. അപ്പോൾ അവിടെ നമ്മുടെ ലോക്കലായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഫ്രണ്ട് ഹാർഡ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഹാർഡ്ലി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഹാർഡ്ലി, സൂര്യ, യജു, പിന്നെ ഞങ്ങൾ 4 പേരും ഈ പാമ്പാട് ഷോല നാഷണൽ പാർക്ക് രാവിലെ ചെന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് പാർക്ക് കാണാനായിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ നടന്നൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഗൈഡും ഉണ്ട്. കുറേ കാര്യങ്ങൾ നോക്കി നടക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ ഒക്കെ തിരികെ കാണുന്നുണ്ട്, കുറേ പക്ഷികളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഗൈഡും കൂടെ ഒരു കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് അങ്ങ് നടന്നങ്ങ് പോയി. അപ്പോൾ ഇവർ 3 പേരും പുറകിലായിട്ട് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ നല്ല നീലഗിരി മാട്ടിന് നല്ല സൈറ്റിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഒരു നീലഗിരി മാട്ടിനെ കാണാമെന്നുള്ള മെയിൻ ടാർഗറ്റോട് കൂടിയാണ് അവിടെ പോയത്. അപ്പോൾ പോയി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനൊരു 500 മീറ്റർ ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ഒരു വളവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഇടത്ത് സൈഡിൽ ഒരു ബ്ലാക്ക് പ്രിൻസ് എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ക്യാമറയും ഒരു മാക്രോ ലെൻസും ഒക്കെ ഉള്ള വലിയ ഡിഫ്യൂസറും ഒക്കെ ആയിട്ട് ബട്ടർഫ്ലൈയുടെ പടം ഞാൻ എടുക്കാൻ തുടങ്ങി. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഗൈഡ് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ 3 പേരും പുറകിൽ ഏകദേശം ഒരു 50-100 മീറ്റർ പുറകിലാണ്. എനിക്ക് കാണാൻ പറ്റത്തില്ല, വളവിൻ്റെ പുറകിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പടം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇല അനങ്ങുന്ന ഒരു സൗണ്ട് കേട്ട് ഞാനിങ്ങനെ തിരിഞ്ഞ് ഇടത്തോട്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ കണ്ട ഒരു മരനായ നീലഗിരി മാട്ടിന് എൻ്റെ തൊട്ടടുത്ത് വന്ന് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, തുറിച്ച് നോക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 മീറ്റർ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തലയൊക്കെ ആട്ടി എന്നെ നോക്കി ഇങ്ങനെ തുറിച്ച് നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ ക്യാമറ ലിഫ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലാഷ് ഓണായി കിടക്കുക. അപ്പോൾ ഫ്ലാഷിൻ്റെ വെട്ടം കണ്ടിട്ട് ഇത് ഓടിപ്പോവും. അതുമല്ല, ഈ യജു ഒന്നും ഇതിനെ കണ്ടിട്ടില്ല, ഡൽഹിയിൽ നിന്ന് വന്നു. അവന് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അവരെ വിളിച്ചിട്ട് അവരെ കൂടെ കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ പതിയെ ഇങ്ങനെ പറഞ്ഞു, ഗായ്സ് ദർ ഈസ് എ നീലഗിരി മാർട്ടിൻ. അപ്പോൾ അവർ കേൾക്കാൻ പറ്റില്ല, കാരണം 50 മീറ്റർ പുറകിലാണ്. അപ്പോൾ കുറച്ചുകൂടെ സൗണ്ട് കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഗായ്സ് ദർ ഈസ് എ നീലഗിരി മാർട്ടിൻ എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞ സമയത്ത് ഇവർ 3 പേരും ഓരോ ഓട്ടം. 3 പേരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തടിമാടന്മാരാണ് ആൾക്കാർ. അപ്പം 3 പേരുടെ റോഡിൽ കൂടെ ഓടുന്ന സൗണ്ട് ഓർത്ത് നോക്കി. നല്ല ദുങ് എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് കൂട്ടി ഓടി വരുന്നത്. അവർക്കറിയത്തില്ല, അവരോർത്ത് നീലഗിരി മാട്ടൻ എൻ്റെ ഫ്രണ്ടിലായിരിക്കുന്നു. അവർക്കറിയത്തില്ല നീലഗിരി മാട്ടൻ എൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ അവർ ഓടി വരുന്ന വഴിയിൽ തന്നെ നിൽക്കുകയാണ്. ഇവർ ഓടി വരുന്നതും ഈ നീലഗിരി മാട്ടൻ ഈ സൗണ്ട് കേട്ട് പേടിച്ചിട്ട് റോഡിന് നടുക്കോട്ട് വന്നിട്ട് എന്നെ നോക്കി തിരിഞ്ഞ് അവരെ നോക്കി ഓടുന്നവർ. എന്നിട്ടൊരു ഒറ്റ പോക്ക്, അതൊരു ഓട്ടം ഓടിയിട്ട് ആ കാടിൻ്റെ അകത്തൂടെ ആ ലീഫ് ലിറ്ററിൻ്റെ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഒറ്റ പോക്ക് പോയി. ഞങ്ങൾക്ക് കാണാൻ പോലും. അവർക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ തമാശയ്ക്ക് പറഞ്ഞിരുന്നുണ്ടായിരുന്നു, ഈ മാട്ടിന് ഇവരെ കണ്ട് പേടിച്ചിട്ട് ആ നാഷണൽ പാർക്ക് തന്നെ വിട്ട് അടുത്ത സ്ഥലത്തോട്ട് വല്ലതും പോയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ തമാശ പറയുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു ഞാൻ മാട്ടിനെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സൈറ്റിങ്ങുകളിലൊന്ന്. ലോകത്ത് 8 ഇനം സ്പീഷീസ് മാട്ടിനുകളുണ്ട്. ഇന്ത്യയിൽ നമുക്ക് 3 സ്പീഷീസ് മാട്ടിനുകളുണ്ട്. ഹിമാലയത്തിന് നല്ല തണുപ്പൊക്കെ കൂടിയ മേഖലയിൽ കാണുന്ന, ഉയരം കൂടിയ മലകളിലൊക്കെ കാണുന്ന സ്റ്റോൺ മാർട്ടിൻ അല്ലെങ്കിൽ ബീച്ച് മാർട്ടിൻ എന്നും പറയുന്നതിന് സ്റ്റോൺ മാർട്ടിനുണ്ട്. പിന്നെ ഹിമാലയത്തിൻ്റെ ഫുട്ട് ഹിൽസിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ കാണുന്ന യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ, പിന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണുന്ന നീലഗിരി മാർട്ടിൻ എന്ന് പറയുന്നത്, ഇങ്ങനെ 3 സ്പീഷീസാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. മാർട്ടിനുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന ഒരു സംശയമാണ്, ഇത് എന്ത് ജീവിയാണ്, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ജീവിയായിട്ട് ഇത് അടുത്ത ബന്ധമുണ്ടോയെന്ന്. അപ്പം നമ്മുടെ നാട്ടിലുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു 2 ജീവികൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നീർനായകളുണ്ട്. പിന്നെ ഹണി ബാഡ്ജർ എന്ന് പറഞ്ഞ ജീവി ഇതിന് തൊട്ടടുത്ത് കിടക്കുന്നതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണാത്ത ഫിഷേഴ്സ്, ടൈറാസ്, വുൾവറിൻ ഇവയൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ബന്ധമുള്ള ഈ മാർട്ടിനുകൾക്ക്. മാർട്ടിനുകൾ മസ്റ്റിലിഡേ എന്ന് പറഞ്ഞൊരു കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ മാർട്ടിനുകൾ ഉൾപ്പെടുന്ന മസ്റ്റിലിഡേ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് ഇവർക്ക് നല്ല നീളമുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരമാണുള്ളത്. പിന്നെ നല്ല കുറുകിയ കൈയും കാലും ഒക്കെയാണ്, ചെറിയ കൈയും കാലും, പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൈയും കാലും ഒക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ പല്ലുകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളാണെന്ന് പറഞ്ഞാൽ ഇരകളെയൊക്കെ കടിച്ച് കൊല്ലാനും അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്, മീറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പാകമായിട്ടുള്ള പല്ലുകളാണ് ഇതിനുള്ളത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കുറേ സെൻ ഗ്ലാൻസ് ഉണ്ട്. സെൻ ഗ്ലാൻസ് വെച്ചിട്ട് ഇവർ ഡിഫൻസിന് വേണ്ടിയിട്ടും ടെറിട്ടറി മാർക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സെൻ ഗ്ലാൻസ് ഈ ഒരു ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒട്ടും പേടിയില്ലാത്ത മൃഗങ്ങളാണ്. ഒരു ജീവികളുടെ നേരെ പോയിട്ട് വെല്ലുവിളിക്കാൻ ഇവർക്ക് യാതൊരു ഭയവുമില്ല. ഉദാഹരണത്തിന് ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഹണി ബാഡ്ജർ എന്ന് പറഞ്ഞൊരു ജീവി ഇടയ്ക്ക് സിംഹവും പുലിയൊക്കെ ആയിട്ട് പോയി അടിവെക്കാൻ പോകുന്നതൊക്കെ കുറേ വീഡിയോസൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുപോലെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണുന്ന ഈ മരനായകൾക്ക് ആൾക്കാരെ ഒന്നും പേടിയില്ല. അവിടെയൊക്കെ ജോലി ചെയ്യുന്നിട്ടുള്ള വാച്ചർമാരും ഗൈഡ്സുകളും ഫോറസ്റ്റ് ഗാർഡുമാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ചില സമയത്തൊക്കെ അവർ
മരനായ തൊട്ടടുത്ത് കാണുമ്പോഴത്തേക്കും അവരുടെ നേരെ നടന്നു വരാൻ അവരെ പേടിപ്പിക്കാനൊക്കെ ചെല്ലാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടില്ല. അപ്പം ഈ മരനായകൾക്കും അത്ര വലിയ പേടിയില്ലാത്തൊരു മൃഗങ്ങളാണ്. ഇനി നമുക്ക് ഇന്ത്യയിൽ കാണുന്ന മാർട്ടിനുകളിലേക്ക് വരാം. ആദ്യത്തേത് സ്റ്റോൺ മാർട്ടിൻ അല്ലെങ്കിൽ ബീച്ച് മാർട്ടിൻ എന്ന് അതിനൊരു പേരുണ്ട്. ഇത് ഹിമാലയത്തിൽ കാണുന്ന ഒരു മാർട്ടിനാണ്. ഹിമാലയത്തിൽ നല്ല ഉയരം കൂടിയ തണുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഹിമാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ ഇവിടങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതുകൂടാതെ യൂറോപ്പിലും മധ്യേഷ്യയിലും ഒക്കെ ഇത് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു മാർട്ടിനാണ് ഈ സ്റ്റോൺ മാർട്ടിൻ. ഇതൊരു തവിട്ട് നിറത്തിലുള്ള മാർട്ടിനാണ്. ഇതിൻ്റെ കഴുത്തിലൊക്കെ നല്ല വെള്ള നിറമുണ്ട്. അതുകൊണ്ട് ഇതിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. മറ്റു രണ്ട് മാർട്ടിനുകളുമായിട്ട് ഇന്ത്യയിൽ കാണുന്ന തവിട്ട് നിറമാണ്, ഇതിൻ്റെ കഴുത്തിൽ നല്ല വെളുത്ത നിറമാണ്. സാധാരണ മാർട്ടിനുകളൊക്കെ മരത്തെ കയറിയിട്ടും ഒക്കെയാണ് അവർ ജീവിക്കുന്നത്. മരം കയറാൻ നല്ല മിടുക്കന്മാരാണ്. മരത്തിലൊക്കെ പൊത്തുകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ രാത്രിയിലൊക്കെ കഴിഞ്ഞു കൂടുന്നത്. എന്നാൽ ഇവർ ഈ സ്റ്റോൺ മാർട്ടിൻ താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലവും അവിടെ അധികം മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള റോക്കി ഹാബിറ്റാണ്, നല്ല പാറക്കൂട്ടങ്ങളിലൊക്കെ ഇടയ്ക്കുള്ള ചെറിയ ക്രിവേസുകളിലും അതിനുള്ള ഈ ഗുഹകളിലൊക്കെ താമസിച്ചിട്ടാണ് അവർ അഡാപ്റ്റ് ചെയ്തേക്കുന്ന അങ്ങനെയുള്ള ഹാബിറ്റാറ്റിലാണ് ഈ സ്റ്റോൺ മാർട്ടിനൊക്കെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന തൊട്ടടുത്തൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ വന്നിട്ട് ഇവർ ഫുഡ് വേസ്റ്റ് ഒക്കെ വെളിയിടുന്നുണ്ടെങ്കിൽ അതൊക്കെ വന്ന് എടുത്ത് കഴിക്കുന്നതൊക്കെ ആയിട്ട് കുറേ പ്രാവശ്യമൊക്കെ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റോഡൻസ്, എലിവർഗ്ഗങ്ങളിൽ പെടുന്നതാണ്. പിന്നെ പൈക്കാസിനെ പിടിച്ച് തിന്നാറുണ്ട്, ചെറിയ പക്ഷികളെ പിടിച്ച് തിന്നാറുണ്ട്, അവരുടെ മുട്ട എടുത്ത് കഴിക്കാറുണ്ട്. അല്ലാതെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഒക്കെ ഈ സ്റ്റോൺ മാർട്ടിൻ കഴിക്കാറുണ്ട്. സാധാരണയായിട്ട് വിൻ്റർ സമയത്ത് ബാക്കിയുള്ള എലികളും ബാക്കിയുള്ള ജീവികളും ഒക്കെ ഹൈബർനേഷന് പോകുന്നുണ്ട്. വിൻ്റർ സമയത്ത് അവർ സാധാരണയായിട്ട് ഫ്രൂട്ട്സ് ആണ് കൂടുതലായിട്ട് കഴിക്കാറുള്ളത്. രണ്ടാമത്തേത് യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ. സ്റ്റോൺ മാർട്ടിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ ഹിമാലയത്തിന് തൊട്ട് താഴെയാണ് കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ഫുട്ഹിൽസിലുള്ള കാടുകളിലാണ് യെല്ലോ ത്രോട്ടഡ് മാർട്ടിനെ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ 8-9 സംസ്ഥാനങ്ങളിൽ ഈ മാർട്ടിനെ യെല്ലോ ത്രോട്ടഡ് മാർട്ടിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരീരം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ നിറമുള്ളതാണ്. അതുപോലെ തന്നെ തലയ്ക്കും കാലുകൾക്കും വാലിനും ഒക്കെ നല്ല കറുത്ത നിറമുണ്ട്. കഴുത്തിന് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള യെല്ലോ പാച്ച് ഉണ്ട്, യെല്ലോ ത്രോട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ എന്ന് പേര് വരാൻ തന്നെ കാര്യം. ഇവർ നല്ല എക്സലൻറ്റ് ഹണ്ടേഴ്സാണ്. ഇവർ ഹണ്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവർ പക്ഷികളെ പിടിച്ച് തിന്നാറുണ്ട്, റെപ്റ്റൈൽസ് പാമ്പുകളെ പിടിച്ച് തിന്നാറുണ്ട്, പക്ഷികളുടെ മുട്ട എടുത്ത് കഴിക്കാറുണ്ട്, ചെറിയ മാനുകളെ പിടിച്ച് തിന്നാറുണ്ട്, കൂരമാനെ പിടിച്ച് കഴിക്കാറുണ്ട്, ബാർക്കിംഗ് ഗിയറെ പിടിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹിമാലയത്തിൽ കാണുന്ന ഒരു മാനുണ്ട്, മസ്ക് ഡിയർ എന്ന് പറഞ്ഞ്. ആ മാനയൊക്കെ പിടിച്ച് കഴിക്കുന്നതായിട്ട് കുറേയേറെ റെക്കോർഡ്സ് ഉണ്ട്. അതുകൂടാതെ കുരങ്ങുകൾ, ഇപ്പം റീസസ് മെക്കാക്ക്, ഗ്രേ ലങ്കൂർ, ഇതിനൊക്കെ പിടിച്ച് തിന്നുന്ന കുറേയേറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് കോർബറ്റ് നാഷണൽ പാർക്കിൽ പോയപ്പോഴത്തേക്കിന് ഈ യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ അവിടെയുള്ള ഒരു റെഡ് ജംഗിൾ ഫൗൾ എന്ന് പറഞ്ഞൊരു കോഴിയുണ്ട്, കോഴിവർഗത്തിൽപ്പെട്ട. അപ്പോൾ അതിനെ പിടിച്ച് കഴിക്കുന്നു, അതിനെ എടുത്തുകൊണ്ട് ഓടുന്ന കുറേ ഫോട്ടോസൊക്കെ അവന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വളരെ സാധാരണയായിട്ട് കാണപ്പെടുന്ന മാർട്ടിൻ എന്ന് പറയുന്നത് ഈ യെല്ലോ ത്രോട്ടഡ് മാർട്ടിനാണ്. അത് കുറേ സംസ്ഥാനങ്ങൾ അതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ മാർട്ടിനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറേയേറെ സഫാരികളിലൊക്കെ ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കോർബറ്റ് നാഷണൽ പാർക്കിൽ നിന്നൊക്കെ കുറേയേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാറുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ സഫാരിക്ക് പോകാറുണ്ട്. സഫാരിക്ക് പോകുന്ന സമയത്ത് ജീപ്പിലിരുന്നിട്ട്, ഓപ്പൺ ജീപ്പിലിരുന്നിട്ട് കുറേ ദൂരം കുറേ റോഡുകളൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് കുറേ പ്രാവശ്യം അവർക്ക് ഈ മാർട്ടിനുകളൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ സാത്താൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ബേഡിങ് ഹൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ഹൈഡിൻ്റെ അകത്ത് പോയിട്ട് വെള്ളമുള്ള സ്ഥലത്ത് പക്ഷികൾ വരുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ സ്ഥിരമായിട്ട് ഈ യെല്ലോ ത്രോട്ടഡ് മാർട്ടിനൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ സ്പെസിഫിക്കായിട്ട് സ്ഥലം ഉള്ളത് കൊണ്ടാണ് ഈ യെല്ലോ ത്രോട്ടഡ് മാർട്ടിൻ്റെ സൈറ്റിങ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അടുത്തതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന നീലഗിരി മാർട്ടിൻ അല്ലെങ്കിൽ മരനായ. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് 8 സ്പീഷീസ് മാർട്ടിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള മാർട്ടിൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണുന്ന ഈ നീലഗിരി മാർട്ടിനാണ്. ഇതിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നല്ല ഇരുണ്ട തവിട്ട് നിറമോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലാണ് ഇതിൻ്റെ ശരീരം ഉള്ളത്. അതിൻ്റെ കഴുത്തിൽ നല്ല മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണുള്ളത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചില സമയത്തൊക്കെ ഈ ഓറഞ്ച് കളർ ഈ കാലിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാറൊക്കെ ഉണ്ട്. ഇതിന് വാല് നല്ല നീളമുള്ള, നല്ല ബുഷീറ്റായിട്ടുള്ള ടെയിലാണുള്ളത്. ഉരുണ്ട റൗണ്ട് ചെവികളാണ് ഇതിനുള്ളത്. കാലുകൾ നല്ല ഷോർട്ടായിട്ടുള്ള കാലുകളാണ്, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള കാലുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നഖങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കൂർത്തതും ഈ മരത്തിലൊക്കെ അള്ളിപ്പിടിച്ച് കയറാൻ പറ്റുന്ന, നല്ല ക്ലാസ്പ് ചെയ്ത് കയറാൻ പറ്റുന്നതായിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള നഖങ്ങളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ 40 മുതൽ ഒരു 55 സെൻറ്റിമീറ്റർ നീളം വെക്കും. ഇതിൻ്റെ വാലിന് ഏകദേശം 40 മുതൽ 45 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വാലാണുള്ളത്. അതുപോലെ ഇതിൻ്റെ ഭാരം എന്ന് പറഞ്ഞൊരു 1.5 മുതൽ 2.5 കിലോ വരെ ഭാരം വെക്കുന്നൊരു മൃഗമാണ് ഈ നീലഗിരി മാർട്ടിൻ. ഞാനിതിനെ ആദ്യം കണ്ടത് പെരിയാർ ടൈഗർ റിസർവ് വെച്ചിട്ടാണ് ആദ്യം കണ്ടത്. അവിടെ ഒരു എലിഫൻറ്റ് സർവേക്ക് പോയപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെ കണ്ടത്. അപ്പം ആദ്യം കണ്ടതെന്ന് ഞാൻ ഓർത്ത് ഒരു മലയണ്ണൻ ഈ ഇന്ത്യൻ ജയൻറ്റ് സ്ക്വയറിൽ നിലത്തോടെ ഇറങ്ങി ഓടി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജയൻറ്റ് സ്ക്വയർ അല്ല, ഇത് ആക്ച്വലി ഒരു നീലഗിരി മാർട്ടിൻ ഇങ്ങനെ നിലത്തോട്ട് ഇറങ്ങി ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തിരിച്ചു വന്ന് കുറേ ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവരൊന്നും കുറച്ച് പേരൊന്നും വിശ്വസിച്ചില്ല നീലഗിരി മാർട്ടിനാന്ന് പറഞ്ഞിട്ടൊന്നും. ഇത് കൂടാതെ അഗസ്ത്യമലയിലും പാമ്പാട് ഷോലയിലും ഒക്കെ വെച്ചിട്ട് എനിക്ക് ഈ
നീലഗിരി മാട്ടിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവരെ കാണുന്നത് സാധാരണ നിത്യഹരിത വനങ്ങളിലും ചോലക്കാടിനടുത്തുള്ള ഗ്രാസ് ലാൻഡ്സിലൊക്കെയാണ് ഇവരെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അതുകൂടാതെ ഇലപൊഴിയും കാടുകളിലൊക്കെ അപൂർവമായിട്ട് ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മസനഗുഡിയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. അതിനെ റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 മുതൽ 2600 മീറ്റർ ഉയരമുള്ള മലനിരകളിൽ വരെ ഇതിനെ കാണപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതലായിട്ട് ഇതിനെ കാണപ്പെടുന്നത് ഏകദേശം 1000 മീറ്ററിന് മേളിലോട്ടുള്ള മലനിരകളിലാണ് സാധാരണയായിട്ട് ഇവരെ കാണപ്പെടുന്നത്. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് ഈ നീലഗിരി മാട്ടിനെ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇത് കുറേ സ്ഥലങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഷോലയാറിൽ ഇതിനെ കണ്ടിട്ടുണ്ട്, പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറി കണ്ടിട്ടുണ്ട്, അഗസ്ത്യമല കണ്ടിട്ടുണ്ട്, പെരിയാർ ടൈഗർ റിസർവിൽ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നെല്ലിയാമ്പതിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സൈലന്റ് വാലിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വയനാട്ടിൽ നിന്നുണ്ട്, ആർളം വൈൽഡ് ലൈഫ് സാഞ്ചുറി, മലബാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഈ നീലഗിരി മാട്ടിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കണം ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ 2 സ്ഥലം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് പാമ്പാടും ചോലയിലുണ്ട്, ഏറ്റവും കുറേയേറെ സൈറ്റിങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് കുറേ ഫോട്ടോസൊക്കെ കാണാൻ തുടങ്ങിയത് പെരിയാർ ടൈഗർ റിസർവിലെ ഗവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഗവിയിലോട്ട് പോകുന്നവരൊക്കെ കുറേയേറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതായിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഈ ഗവിയും ഈ പാമ്പാടും ചോലയായിരിക്കും ഈ നീലഗിരി മാട്ടിനെ കാണാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങൾ. ഈ നീലഗിരി മാട്ടിൻ പകൽ സമയങ്ങളിലാണ് ആക്റ്റീവായിട്ട് നടക്കുന്നത്. ഇവർ ഓംനിവോറാണ്. ഓംനിവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റും പഴങ്ങളും ഒക്കെ കഴിക്കുന്ന ജീവികളെ ഓംനിവോർ എന്നാണ് പറയുന്നത്. ഇവരും എക്സലന്റ് ഹണ്ടേഴ്സാണ്. ഇവരുടെ ശരീരത്തിനേക്കാളും വലുപ്പമുള്ള കേഴമാൻ, കൂരമാൻ ഇവയൊക്കെ ഇവർ പിടിച്ച് തിന്നാറുണ്ട്. അതുപോലെ തന്നെ മലബാർ ജയന്റ് സ്ക്വയറിനെ ഇവർ പിടിച്ച് കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള പക്ഷികൾ, മരം കയറാൻ നല്ല എളുപ്പത്തിൽ കയറാൻ പറ്റുന്നുണ്ട്. മരത്തേലൊക്കെ കയറിയിട്ട് പക്ഷികളുടെ കൂടിൻ്റെ അകത്തുനിന്ന് മുട്ടകളും പക്ഷിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് കഴിക്കാറുണ്ട്. പലതരത്തിലുള്ള പാമ്പുകളെയും തവളകളെയും ഒക്കെ ഇവർ ഭക്ഷണമാക്കാറുണ്ട്. അതുകൂടാതെ പലതരത്തിലുള്ള ഫ്രൂട്ട്സും പഴങ്ങളും ഒക്കെ ഇവർ കഴിക്കാറുണ്ട്. ഇവർ സാധാരണയായിട്ട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു പെയറായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ അപൂർവമായിട്ടൊക്കെ 3 എണ്ണത്തെയൊക്കെ കാണാറുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് മൂന്നാറുകാരനായ ഹാർഡ്ലിക്ക് ഒരു പ്രാവശ്യം 4 മാർട്ടിനുകളെ ഒരുമിച്ച് കാണാൻ പറ്റി. ഹാർഡ്ലി മൂന്നാറിലുള്ളൊരു നാച്ചുറലിസ്റ്റാണ്. കുറേയേറെ ഗസ്റ്റുകളെയും കൊണ്ട് കാട്ടിലൊക്കെ പോയിട്ട് ഈ മൃഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആളാണ്. ഹാർഡ്ലി ഒരു ദിവസം എല്ലപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, മൂന്നാറിന് കുറച്ചുകൂടെ ഉയരം കൂടിയ സ്ഥലമായ എല്ലപ്പെട്ടിയിലോട്ട് പോകുന്ന സമയത്ത് 4 മാർട്ടിനുകൾ ഒരു മരത്തെ ഇരിക്കുന്നുണ്ട്. 4 മാർട്ടിൻ ഇരിക്കുന്നത്, ഒരു മാർട്ടിൻ മരത്തിൻ്റെ പൊത്തിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ തൊട്ട് വെളിയിലായിട്ടൊരു മാർട്ടിൻ ഇരിപ്പുണ്ട്. അല്ലാത്ത 2 ബ്രാഞ്ചസിൽ 2 മാർട്ടിനുകൾ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം നിന്ന് ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കിന് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ബ്രീഡിംഗ് പെയർ ആയിരുന്നു. ഒരു മേറ്റിംഗ് പെയർ അവിടെ ഒരു പൊത്തിനകത്ത് ഫിമെയിൽ ഇരിക്കുന്നു, മെയിൽ വെളിയിൽ ഗാർഡ് ചെയ്തിരിക്കുന്നു. ആ സമയത്ത് വേറെ 2 ആൺ നീലഗിരി മാർട്ടിൻ വന്നിട്ട് ഈ ഫിമെയിലുമായിട്ട് മേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ആ മെയിൽ അവിടെ വന്നിട്ട് ബാക്കി 2 മാർട്ടിനുകളെ ഓടിച്ചു വിടാനായിട്ട് നോക്കുന്നു. അവർ കുറേ നേരം ഓടിപ്പോയിട്ട് അവിടെ ഇരിക്കും. അവർ മരത്തേൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കും. ആ സമയത്ത് ഫിമെയിൽ പൊത്തി തന്നെ ഇരിക്കും, മെയിൽ വെളിയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യും. അത് കുറേ നേരം ഒരു 1/4 മണിക്കൂറിന് ഹാർഡിലേക്ക് കാണാൻ പറ്റുക അവരുടെ ഇൻട്രാക്ഷനൊക്കെ. അങ്ങനെ അപൂർവമായിട്ട് മാത്രമാണ് 4 എണ്ണത്തിനൊക്കെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സാധാരണ 1 2 ഒക്കെ ആയിട്ടാണ് ഈ മാർട്ടിനുകളെ കാണുന്നത്. ഈ നീലഗിരി മാർട്ടിൻസ് നമ്മുടെ കാടുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കാട്ടിലുള്ള റോഡൻസിൻ്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഒന്നാണ് ഈ നീലഗിരി മാർട്ടിൻ. അവിടെയുള്ള എലികളെയും ബാക്കിയുള്ള പലതരത്തിലുള്ള റോഡൻസിനെയൊക്കെ കഴിച്ചാണ് ഇവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇവർ സീഡ് ഡിസ്പേഴ്സലും നടത്താറുണ്ട്. ഇവ നമ്മുടെ കാടിൻ്റെ ഒരു ഹെൽത്തി ഇക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്ററുകളിൽ ഒന്നാണ് ഈ നീലഗിരി മാർട്ടിൻസ്. പക്ഷേ നമ്മുടെ കാടുകളിൽ 1000-ൽ താഴെ മരനായകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്. റെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ അധികം കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവർ ഏതൊക്കെ മൃഗങ്ങളെ കഴിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള കൃത്യമായ വിവരമില്ല. അതുപോലെ തന്നെ ഇവർ ഏതൊക്കെ മൃഗങ്ങൾ പിടിച്ച് തിന്നുന്നുണ്ടെന്നുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ല. ഒരുപക്ഷെ നമ്മുടെ കാട്ടിലുള്ള പുലിയും കടുവയൊക്കെ ഈ മാർട്ടിനുകളെ പിടിച്ച് തിന്നുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വലിയ പരുന്തുവർഗ്ഗങ്ങളൊക്കെ ഇവരെ പിടിച്ച് തിന്നുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്കില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കാറ്റ് അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഏതൊക്കെ ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്നുള്ള കൃത്യമായ വിവരമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ പഠനങ്ങളൊക്കെ നമുക്ക് കാര്യമായിട്ട് നീലഗിരി മാർട്ടിനിൽ നടത്തേണ്ടതുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പഠനങ്ങൾ വേണ്ട ഒരു ജീവിയാണ് നീലഗിരി മാർട്ടിൻ അല്ലെങ്കിൽ മരനായ. ഇതൊക്കെയായിരുന്നു മരനായെ പറ്റിയുള്ള വിശേഷങ്ങൾ. നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും സ്പീഷീസ് മാർട്ടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ നീലഗിരി മാർട്ടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.